ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ദിവസങ്ങളായിട്ട് എനിക്കിങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്ന 2 കമൻസ് ഉണ്ട്. അപ്പോൾ അതിലെ ഒരു കമൻറ്റിനുള്ള വ്ളോഗാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇൻട്രോ കണ്ടു, തമ്പനെയിൽ കണ്ടു, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. യെസ്, നമ്മുടെ ബാത്റൂം ക്ലീനിങ് വ്ളോഗാണ് ഇന്ന്. എല്ലാ വീഡിയോസിലും ഞാൻ കണ്ടിട്ടുള്ളത് ഗ്ലൗസൊക്കെ കയ്യിലിട്ട് മാസ്കൊക്കെ വെച്ച് കുറേ എന്താ പറയുക, ക്ലീനിങ് ബോട്ടിൽസിൽ കിട്ടുന്ന ക്ലീനിങ് ലോഷനും കാര്യങ്ങളും, നമ്മൾ ഭിത്തി തേച്ച് കഴുകുന്ന, വോളൊക്കെ തേച്ച് കഴുകുന്ന കുറച്ച് ലോഷൻസ് കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാനിങ്ങനെ യൂട്യൂബിലിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ, പക്ഷേ നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് അങ്ങനെയൊന്നുമല്ല. ഇതാ ജസ്റ്റ് ഒരു ബ്രഷുണ്ട്, ആ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷും പേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു പാത്രമുണ്ട്. അപ്പോൾ അതിന് പാത്രം എന്ന് തന്നെയാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അത് ഒന്ന് തേച്ച് കഴുകാമെന്ന് വിചാരിച്ചു. അത് തേച്ച് കഴുകുന്നു. പിന്നെ നമ്മുടെ വാഷ് ബേസിൻ തേച്ച് കഴുകും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യുന്നത്. നമ്മൾ ഈ സാധാരണക്കാരുടെ വീടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ ഗ്ലൗസോ മാസ്കോ അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യത്തില്ല. അവർ ജസ്റ്റ് കുളിക്കാൻ കയറുമ്പോൾ ബാത്റൂം തേച്ച് കഴുകും, നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് കുളിക്കും, ഇറങ്ങി വരും. അങ്ങനെയാണ് നമ്മൾ ഈ സാധാരണക്കാരുടെ വീടുകളിൽ ബാത്റൂം ക്ലീൻ ചെയ്യുന്നത്. പിന്നെ വീഡിയോസിലൊക്കെ കാണുന്നത് നമ്മൾ ഗ്ലൗസൊക്കെ കയ്യിലിട്ട് നല്ല അടിപൊളി ബ്രഷും, ഓരോന്നും ക്ലീൻ ചെയ്യാൻ ഓരോരോ ബ്രഷ്, സ്ക്രബ്ബർ, പിന്നെ ഓരോ ലോഷൻസ്, ബാത്റൂം ക്ലീനിങ് ലോഷൻ എന്ന് പറഞ്ഞിട്ട് ഉള്ള ലിക്വിഡ് ഒക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ്. പക്ഷേ അതൊന്നും ഇപ്പം നമുക്ക് വാങ്ങിക്കാനായിട്ടുള്ള ബഡ്ജറ്റ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ഥിരം എങ്ങനെയാണോ ബാത്റൂം കഴുകുന്നത് അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സ്ഥിരം കഴുകുന്നത് ഈ ഒരു റൊട്ടീനിലല്ല, ഓരോ ദിവസവും, അതായത് ഓരോ സമയമുള്ളപ്പോൾ അനുസരിച്ച് ഇങ്ങനെ കുളിക്കാൻ കയറുമ്പോൾ ജസ്റ്റ് ഇന്നിപ്പം വാഷ് ബേസിൻ കഴുകുവാണെങ്കിൽ നാളെ ടോയ്ലറ്റ്, അത് കഴിഞ്ഞിട്ട് സമയം കിട്ടുമ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ ഭിത്തി കഴുകും, അത് കഴിഞ്ഞിട്ട് ഫ്ലോറ്, അങ്ങനെ ഓരോ ദിവസവും പറ്റുന്ന അത്രയും കുറേശ്ശെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴുകിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ബാത്റൂം എപ്പോഴും ക്ലീനായിട്ട് കിടക്കുകയും ചെയ്യും. പക്ഷേ ഇന്നിപ്പോൾ ഒരു വ്ളോഗായിട്ട് ചെയ്യുന്നത് കൊണ്ട് ബാത്റൂം ഫുള്ള് ക്ലീൻ ചെയ്യുന്നത് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ നിർബന്ധിതയായി. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു ഫുൾ ബാത്റൂം ഡീപ്പ് ക്ലീനിങ് വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളുകൊണ്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ സ്ഥിരം വരുന്നൊരു കമൻറ്റാണ് ബാത്റൂം ക്ലീനിങ് വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നെന്തായാലും അതങ്ങോട്ട് ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വാഷ് ബേസിൻ്റെ ഏരിയ അവിടെ മൊത്തം കവർ ചെയ്തു, ക്ലീൻ ചെയ്തു, ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ തോർത്ത് മാസ്കായിട്ട് കെട്ടാറില്ല. പക്ഷേ എനിക്ക് ചില ലോഷനൊക്കെ ഉപയോഗിക്കുമ്പം, അതായത് നമ്മളിവിടെ ബാത്റൂം കഴുകാനായിട്ട് കൂടുതലും ഉപയോഗിക്കുന്നത് സോപ്പ് ഓയിലാണ്. അപ്പോൾ എനിക്ക് ഈ ചില ഇതിൻ്റെയൊക്കെ, നമ്മളിപ്പോൾ തറ തുടയ്ക്കുന്ന ലോഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൻ്റെയൊക്കെ ചിലതിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് എനിക്ക് പിടിക്കത്തില്ല. അങ്ങോട്ട് തലയ്ക്കകത്തോട്ടങ്ങോട്ട് അടിച്ച് കയറിയിട്ട് തലവേദനയായിരിക്കും. അപ്പം ഞാൻ കൂടുതലും ഈ മൂക്ക് ഇങ്ങനെ കവർ ചെയ്തിട്ട്, അതിപ്പോൾ പൊടി അടിക്കുവാണെങ്കിലും ശരി, മൂക്ക് കവർ ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും തോർത്തോ ടവലോ എന്തെങ്കിലും കെട്ടാറുണ്ട്. അപ്പോൾ വാഷ് ബേസിനെല്ലാം ക്ലീൻ ചെയ്ത് മാറ്റിയതിന് ശേഷം സോപ്പ് ഓയിൽ ഒഴിച്ച് നമ്മുടെ ഫ്ലഷ് അടിക്കുന്ന ആ ഒരു ഭാഗം ക്ലീൻ ചെയ്യുക. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു സ്ക്രബ്ബർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത്
വളരെ വില കുറഞ്ഞത് കിട്ടിയതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു. പിന്നെ ഫ്ലിപ്പ്കാർട്ടിൽ ഞാൻ കുറേ ഈ നമ്മുടെ ഭിത്തി കഴുകുന്ന ബാത്റൂം വാൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള ലോഷൻസും കാര്യങ്ങളൊക്കെ സ്പ്രേയിലുള്ളത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ 500 രൂപയ്ക്ക് അടുത്തായതുകൊണ്ട് നമ്മുടെ കയ്യിൽ അത്രയും രൂപ എടുക്കാനില്ലാത്തത് കൊണ്ടും ഞാനത് വാങ്ങിച്ചില്ല. ഇനി കിട്ടട്ടെ, കയ്യിൽ പൈസ കിട്ടുമ്പോൾ നമുക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം ഞാൻ തൽക്കാലം ആ ഒരു ബ്രഷ് മാത്രമേ ആ ഒരു സ്ക്രബ്ബർ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ സാധാരണ നമ്മൾ ഈ വീട് പണിയുന്ന തേപ്പ് പലകയുണ്ടല്ലോ, അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ ഒരു സാധനം ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഭയങ്കര ഈസിയാണ്. നമുക്ക് ഭിത്തിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തേച്ച് കഴുകിയെടുക്കാനായിട്ട് പറ്റും. അതിനൊരു പിടിയും കൂടിയുണ്ട്. നമുക്കിങ്ങനെ പിടിച്ചിട്ട് തേച്ച് നമ്മുടെ തേപ്പ് പലക തന്നെ അതേപോലെ തന്നെ തേച്ച് കഴുകി നമ്മുടെ ബാത്റൂമിൻ്റെ ടൈലെല്ലാം നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ തേച്ച് കഴുകിയെടുക്കാം. ഈ മുകളിൽ തേക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ വെള്ളം വീഴുന്ന സാധനം ഉണ്ടല്ലോ, ഷവർ, അതും കൂടി ഒന്ന് തേച്ച് കഴുകണമായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് തേച്ച് കഴുകാം. അപ്പം വലിയ അഴുക്കും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴുകുന്നത് കൊണ്ട് വലിയ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാം ഒന്ന് നല്ല നമ്മൾ ഈ കുളിക്കുമ്പോൾ സോപ്പ് കൂടുതലും നമ്മുടെ ഭിത്തിയിൽ തെറിക്കും. സോപ്പാണ് കൂടുതലും തെറിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ തെറിച്ച് വീണിട്ട് അതവിടെ ഇങ്ങനെ ഒരു പാടായിട്ട് കിടക്കും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു എന്താ പറയുക, അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ സ്ഥിരം ഇങ്ങനെ കഴുകുന്നത് കൊണ്ട്. പിന്നെ എല്ലായിടവും ഒന്ന് നന്നായിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്നത്, എനിക്ക് അതിൻ്റെ സ്മെല്ല് പിടിക്കുന്നില്ല, സോപ്പ് ഓയിലിൻ്റെ സ്മെല്ല് അങ്ങോട്ട് പിടിക്കുന്നില്ല. തോർത്ത് കവർ ചെയ്ത് മൂക്ക് കെട്ടിയിട്ടുണ്ടെങ്കിലും എനിക്ക് അതിൻ്റെ സ്മെല്ല് പിടിക്കാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഹാൻഡ് വാഷ് എടുത്തു. ഹാൻഡ് വാഷാണ് ആ ബോട്ടിലിരിക്കുന്നത്. ഹാൻഡ് വാഷാണ് ഞാൻ ആദ്യം നമ്മുടെ വാഷ് ബേസിൻ കഴുകാനായിട്ട് എടുത്തത്. പക്ഷേ അത് തീർന്നു പോകും എന്നതുകൊണ്ട് ഞാൻ പിന്നെ സോപ്പ് ഓയിൽ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ സോപ്പ് ഓയിൽ എടുക്കാൻ എന്നെ അനുവദിക്കുന്നില്ല എൻ്റെ മൂക്കും തലയും. തലവേദന എടുക്കും പോലെ ആ സ്മെല്ല് എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. ഞാൻ പിന്നെ നമ്മുടെ ഹാൻഡ് വാഷ് എടുത്തു. ഹാൻഡ് വാഷിൻ്റെ ഒരു പാക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തു. അതിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതെടുത്തിട്ട് തേച്ച് കഴുകി എടുക്കാമെന്ന് വിചാരിച്ചു. അത് നല്ല പതയുമല്ലോ. എനിക്കിങ്ങനെ പതച്ച് തേച്ച് കഴുകി ഉരച്ചങ്ങോട്ട് ക്ലീനാക്കി എടുക്കുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതങ്ങോട്ട് ചെയ്യാനായിട്ട് ഭയങ്കര മടിയായിരിക്കും. അതിപ്പം വീട് ക്ലീൻ ചെയ്യാനാണേലും, റൂം, ഹാള്, അല്ലെങ്കിൽ പൊടിയടിക്കാനാണേലും, അല്ലെങ്കിൽ തൂത്ത് തുടയ്ക്കാനാണേലും, ഈ ബാത്റൂം കഴുകാനാണേലും, ഈ തേച്ചൊരച്ച് കഴുകുന്നതൊക്കെ ഇത്തിരി മെനക്കെട്ട പരിപാടിയല്ലേ. അത് ചെയ്യാനായിട്ട് നല്ല മടിയാണ്, ചെയ്യാനായിട്ട് തോന്നത്തില്ല. പക്ഷേ അത് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളൊരു അത് നല്ല വെട്ടിത്തിളങ്ങി നല്ല ക്ലീനായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ കിടന്ന് പെടാപ്പാട് വിടുന്നത്. പിന്നെ നമ്മുടെ പൈപ്പും കാര്യങ്ങളും ഒക്കെ തേച്ച് കഴുകിയെടുക്കും കേട്ടോ. അവിടെ എല്ലാം നമുക്ക് ഈ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലതായിട്ട് തേച്ച് കഴുകിയെടുക്കാനായിട്ട് പറ്റും. അടിപൊളിയായിട്ട് കഴുകിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. വേറെ ഒരു സാധനവും വേണ്ട. അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ വീഡിയോയുടെ കൂടെ ഞാൻ പിൻ ചെയ്ത് കൊടുത്തേക്കാവേ. വേണ്ടുന്നവർ കയറി നോക്കുക കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ പൈപ്പും ഒന്ന് ക്ലീനാക്കി പിന്നെ നേരെ നമ്മുടെ ക്ലോസറ്റിൻ്റെ അവിടോട്ട് വന്നിട്ട്, ക്ലോസറ്റിൽ നമ്മളെ എന്താണ് പറയുന്നത്, നീല സാധനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. ഹാർപ്പിക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ബാക്കി പരിപാടികൾ തേപ്പും ഉരപ്പും ഒക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേനും ബാത്റൂമും കൂടെ, അതായത് ക്ലോസറ്റും കൂടി ഒന്ന് തേച്ച് കഴുകി ഇടുവാണ് കേട്ടോ. കളർ വ്യത്യാസം ഒന്നുമില്ലായിരുന്നു. എന്നാലും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാനങ്ങ് തേച്ച് കഴുകുക. ക്ലോസറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് കേട്ടോ ആ ഒരു ബ്രഷ് അവിടെ വച്ചേക്കുന്നത്. നീല ഹാർപ്പിക്കിന് നീല ബ്രഷ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ബ്രഷ് അവിടെ വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തേച്ച് കഴുകി ഇട്ട് കഴിഞ്ഞ് വെള്ളവും കൂടി ഒഴിച്ച് കഴിയുമ്പം നല്ല പളപളാന്ന് തിളങ്ങും നമ്മുടെ ക്ലോസറ്റ്. അപ്പോൾ ക്ലോസറ്റും ക്ലീനാക്കി വെള്ളവും കൂടെ ഒഴിച്ചു. അങ്ങനെ അതെല്ലാം ക്ലീനാക്കി
ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. വീട് ക്ലീൻ ചെയ്യുന്നത് എടുക്കണം, ചെയ്യണം. ഹാള് ക്ലീനിങ്, തൂത്ത് തുടയ്ക്കുന്നത്, അതൊക്കെയാണ് ഞാൻ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസ്. പക്ഷേ ഒരുപാട് തവണയായിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് വരുമ്പോഴത്തേനും എനിക്കെന്തോ ചെയ്യാനായിട്ടൊരു ത്വര. ഞാൻ നോക്കിയപ്പം ഒരുപാട് പേര് ഞാനിങ്ങനെ ബാത്റൂം ക്ലീനിങ് വ്ളോഗ് മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഇഷ്ടം പോലെ ആൾക്കാർ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഇട്ടുകൂടാ? അങ്ങനെ ആണ് ഈ സാധന സാമഗ്രികൾ ഒക്കെ പുതിയത് വാങ്ങിച്ചത്. ബാക്കിയെല്ലാം നമ്മളില്ലേ പഴഞ്ചനായാലും നമ്മൾ അത് തന്നെ യൂസ് ചെയ്യുമല്ലോ. അങ്ങനെ പുതിയതൊക്കെ എടുത്തു. അങ്ങനെ തേച്ചൊരയ്ക്കുകയാണ്. അങ്ങനെ തറയും കൂടെ ഒന്ന് തേച്ചൊരച്ച് ക്ലീനാക്കി. ആക്കിയതിന് ശേഷം നമ്മൾ ഭിത്തിയും നമ്മുടെ ഡോറും ബാത്റൂമിൻ്റെ ഡോറും എല്ലാം തേച്ച് അങ്ങനെ ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ ബാക്കി വെള്ളം ഒഴിച്ചിട്ട് ആ പതയും എല്ലാം അഴുക്കും എല്ലാം ഒന്ന് കഴുകി കളയുക. ഇങ്ങനെ ജസ്റ്റ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി, അതിങ്ങനെ ഒഴുകി താഴോട്ടങ്ങ് പൊയ്ക്കോളുമല്ലോ. അത് തന്നെ വലിയ കാര്യം. അങ്ങനെ ബാത്റൂം ക്ലീനിങ്ങിൻ്റെ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉള്ളത് നമ്മുടെ ബാത്റൂമിലിരിക്കുന്ന ഒരു ഡ്രമ്മുണ്ട്. ഒരു അത്യാവശ്യം വലിയ ഡ്രം തന്നെ അവിടെ വെച്ചേക്കുന്നത്. നമ്മളെ ഒരു ബക്കറ്റിൻ്റെ ഇരട്ടി വലിപ്പമുള്ളൊരു ഡ്രമ്മ്. കാരണം നമുക്കിവിടെ കിണറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പൈപ്പ് ലൈനാണ് ഉള്ളത്. അപ്പോൾ ഇൻ കേസ് പൈപ്പിലെങ്ങാനും വെള്ളം തീർന്നു കഴിഞ്ഞാൽ നമുക്ക് പണിയാവരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡ്രമ്മിൽ എപ്പോഴും നമ്മൾ വെള്ളം നിറച്ച് വെച്ചേക്കും. തീരുന്നതിനനുസരിച്ച് വെള്ളം നിറച്ച് വെച്ചിരിക്കും എപ്പോഴും. അപ്പോൾ ആ ഒരു ഡ്രമ്മും പിന്നെ നമ്മുടെ കപ്പും ഡ്രമ്മും ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ 2 കളറായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അത് ഒരു ഓറഞ്ച് കപ്പും നീല ഡ്രമ്മും. ഈ ഡ്രമ്മ് ചേട്ടായി എവിടുന്നോ എടുത്തുകൊണ്ട് വന്നേ. നമുക്ക് പണ്ട് ഒരുപാട് ഡ്രമ്മുണ്ടായിരുന്നേ. നമ്മുടെ എൻ്റെ വ്ളോഗുകൾ സ്ഥിരം കാണുന്നവരാണെങ്കിൽ അറിയായിരിക്കും നമ്മുടെ ചെടികളെ പറ്റിയിട്ടും നമ്മളെ ഡ്രമ്മുകളെ പറ്റിയിട്ടും. അപ്പോൾ അതിലൊരു ഡ്രമ്മാണിത്. ഇത് മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മുടെ കൂടെ. അപ്പം അങ്ങനെ അതൊന്ന് തേച്ച് കഴുകണം. അത് അത്യാവശ്യം നല്ല ആകെപ്പാടെ നമ്മുടെ ബാത്റൂമിൽ ആകെപ്പാടെ ഒരുപാട് അഴുക്കുള്ളത് ക്ലീൻ ചെയ്യേണ്ടത്, പാടുപെട്ട് ക്ലീൻ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു കപ്പും ഡ്രമ്മുമാണ്. അത് ഞാൻ എപ്പോഴും കഴുകാറില്ലായിരുന്നു കേട്ടോ. ബാത്റൂം മാത്രം കഴുകാറുള്ളായിരുന്നു. ഇങ്ങനെ കുറേശ്ശെ കഴുകാറുള്ളായിരുന്നു. കപ്പും ഡ്രമ്മും ഞാനങ്ങനെ അധികം ഞാൻ കഴുകിയിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വിശാലമായിട്ടുള്ള ഒരു ക്ലീനിങ് ആയതുകൊണ്ട് അതും ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കപ്പ് കഴുകിക്കൊണ്ടിരിക്കും കേട്ടോ. ഇതൊരു കറുത്ത അഴുക്കൊക്കെ ആയിട്ട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് കറുത്ത ഒരു ഇതായിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷേ തേച്ചരയ്ക്കുമ്പോൾ അത് പോകുന്നുണ്ടായിരുന്നു. പഴയ ഒരു സ്ക്രബ്ബർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നിട്ട് കഴുകാമെന്ന് വിചാരിച്ചു. അതിനി തേച്ച് കഴുകിയിട്ട് ഞാനത് കഴുകി ഉണക്കി മാറ്റി ബാക്ക് സൈഡിൽ അങ്ങ് വെച്ചേക്കും. ഇനിയും കപ്പും ഡ്രമ്മും ഒക്കെ കഴുകണമെങ്കിൽ എടുക്കാമല്ലോ. പക്ഷേ ഡ്രമ്മ് ഞാൻ കഴുകാൻ നേരത്ത് എനിക്ക് ഈ ഒരു ചെറിയ സ്ക്രബ്ബർ വെച്ചിട്ട്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, അത് കാണാൻ പോലും ഇല്ല ഒരു സ്ക്രബ്ബർ കപ്പ് കഴുകുമ്പോൾ. ഇനിയും ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഡ്രമ്മ് കഴുകുമ്പോൾ ഈ ഒരു ചെറിയ സ്ക്രബ്ബർ വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റത്തില്ല. ഇത് വെച്ചിട്ട് കഴുകുവാണെങ്കിൽ ഞാൻ ഇന്ന് മൊത്തം ഈ ഒരു ഡ്രമ്മും കഴുകിക്കൊണ്ട് ഇതിനകത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മളെ ഈ തേച്ച് കുളിക്കുന്ന സാധനം ഉണ്ടല്ലോ, നമ്മുടെ വേറൊരു കുളിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബർ, അതങ്ങോട്ട് എടുത്തു. അതെടുത്തിട്ട് നേരെ ഞാൻ അതിനി തേച്ച് കഴുകിയിട്ട് അത് ബക്കറ്റും നമ്മുടെ ഈ ഡ്രമ്മും ഒക്കെ കഴുകാൻ വേണ്ടി മാത്രമായിട്ട് മാറ്റി വയ്ക്കാനായിട്ട് പോവാം കേട്ടോ. അത് ഡ്രമ്മും കൂടെ തേച്ച് കഴുകിയിട്ട് നമ്മുടെ ആ ഒരു സ്ക്രബ്ബർ കഴുകി ഉണക്കി മാറ്റി ഒരു സ്ഥലത്തങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ക്ലീനിങ് സാധനങ്ങളൊക്കെ വെക്കുന്ന അവിടോട്ട് കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം കുളിക്കാനുള്ള ഒരു സ്ക്രബ്ബർ വേറെ പുതിയത് വാങ്ങിക്കണം. അതിനി കടയിൽ പോകുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡ്രമ്മ് കഴുകാനാണ് കേട്ടോ ഞാൻ ഒരുപാട് സമയമെടുത്തത്.
കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും അങ്ങനെ ഡ്രം അങ്ങനെ കഴുകാറില്ലായിരുന്നു. പിന്നെ ചേട്ടായി കഴുകാറുണ്ട് കേട്ടോ, ഡ്രം കഴുകാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഒരു മാസത്തോളമായി നമ്മൾ കഴുകിയെടുത്തിട്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ള അഴുക്കും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു. നല്ല രീതിയിൽ തേച്ചരച്ചാൽ മാത്രമേ ആ ഒരു സാധനം പോകുന്നുള്ളായിരുന്നു. പക്ഷേ അതൊക്കെ അങ്ങോട്ട് പോയി തേച്ചൊരച്ച് അതെല്ലാം അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ആ വെള്ളം ഒഴിക്കുമ്പോൾ ആ ഒരു ഡ്രമ്മിൻ്റെ ശരിക്കുള്ളൊരു കളറ് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് ഭയങ്കര സന്തോഷമാണ്. നല്ല തിളങ്ങി പുതുപുത്തൻ പോലൊക്കെ ഇരിക്കുക എന്ന് പറയത്തില്ലേ നമ്മൾ, അതേപോലെ ഒരു ഫീലാണ് കേട്ടോ. അതിൻ്റെ അർത്ഥം നല്ല ശരിക്കും അതിനകത്ത് അഴുക്കുണ്ടായിരുന്നു എന്നാ. നിങ്ങൾക്ക് ബോറടിക്കുന്നോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഇതുപോലെ അല്ലായിരുന്നു വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്, കുറച്ചും കൂടി സ്പീഡ് കൂട്ടിയിട്ടായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു സ്പീഡ് കൂടുതലാണ്, സ്പീഡ് കുറയ്ക്കണം, ലെങ്ത്ത് കൂടുതൽ വേണം, ലെങ്ത്ത് കൂടിയാലും കുഴപ്പമില്ല, ഇത്രയും സ്പീഡ് വേണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസിൽ അങ്ങനെ കമൻറ്റ് കണ്ടപ്പോൾ, ഞാൻ ഇടുന്ന മിക്ക വീഡിയോസിലും കമൻറ്റ് അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ആണ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം സ്പീഡ് കുറച്ചിട്ടാണ് കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോസിലെ എഡിറ്റിംഗ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം സ്പീഡ് കുറച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തേക്കുന്നത്. അത്ര സ്പീഡൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ബാത്റൂം ക്ലീനിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിയാറായി. ഇനി ഈ ഒരു ഡ്രമ്മും കൂടെ കഴുകി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കഴിഞ്ഞു, ഫുൾ ഫിനിഷായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മൾ വീഡിയോ ഒന്ന് കാണുമ്പോൾ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നുപോലെ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടമായില്ലേ എന്നൊക്കെ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ പ്രോഡക്ട്സൊക്കെ നോക്കുക. അപ്പോൾ എന്താ പറയുക, നല്ല അടിപൊളി ഒരു വ്ളോഗാണെന്ന് എനിക്ക് സ്പെഷ്യലി തോന്നി. കാരണം ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് റിക്വസ്റ്റ് വന്ന വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇത്രയും സന്തോഷം. അല്ലെങ്കിൽ ടെൻഷനായിരിക്കും, അയ്യോ ഇത് വ്യൂസ് കിട്ടുമോ ഇല്ലേ എന്നൊക്കെ. ഇതിനും അറിയത്തില്ല കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്നാലും എൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞതാട്ടോ. വ്യൂസ് കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയല്ലോ. അപ്പോൾ ഇനി ഒന്നും കൂടിയുണ്ട്, ഞാൻ നോക്കിയതിൽ വെച്ച് ഒരു കമൻറ്റും കൂടിയുണ്ട്. സ്ഥിരം എൻ്റെ വീഡിയോയ്ക്ക് വരുന്നൊരു കമൻറ്റ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് വീഡിയോ അടിപൊളിയായിട്ട് ചെയ്യണം എന്നാഗ്രഹമുണ്ട്. അതെന്തായാലും ഈ ഒരു വീക്കിൽ പറ്റത്തില്ല. എനിക്ക് കഴിഞ്ഞ വീഡിയോയ്ക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ വീക്കിൽ പറ്റുമെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ വീക്കിൽ പറ്റത്തില്ല കേട്ടോ. കാരണം ചേട്ടായി ഫ്രീ ആണെങ്കിൽ മാത്രമേ എനിക്ക് ആ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന എന്ത് വീഡിയോസ് ആണെങ്കിലും എനിക്ക് മൊബൈലിൻ്റെ സ്റ്റാൻഡ് വെച്ചിട്ട് ഒരിടത്ത് വെച്ചിട്ട് എനിക്ക് ചെയ്യാം. പക്ഷെ പുറത്ത് ഒരു ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ എനിക്ക് എന്തായാലും ഒരാളുടെ സഹായം ആവശ്യമാണ്. അപ്പോൾ അതിന് ചേട്ടായി ഉണ്ടെങ്കിലേ പറ്റൂ. ചേട്ടായി ഒന്ന് ഫ്രീ ആവണം. ചേട്ടായി ഇനിയിപ്പം മീറ്റിങ്ങും കാര്യങ്ങളും ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കാണ് ഈ ഒരു ആഴ്ചയിൽ ഫുള്ള്. അപ്പോൾ ഇനി പുള്ളീനെ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടാൻ ഞായറാഴ്ചയാവണം. അപ്പോൾ അടുത്ത ആഴ്ചയിൽ നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യാം. അതുവരെയായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയും പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സും നമ്മുടെ കിച്ചൺ വീഡിയോസും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുട്ടി കുട്ടി വ്ളോഗുമായിട്ട് കാണാം. അപ്പോൾ നമ്മളുടെ എന്താ പറയുക, ബാത്റൂം ക്ലീനിങ് വ്ളോഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡ്രമ്മും കഴുകി തറയും കൂടി ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ബാത്റൂം പളപളാ തിളങ്ങും. ഇനി കണ്ടിന്യൂസ് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബാത്റൂം ഇങ്ങനെ കിടക്കത്തൊന്നുമില്ല. അത് വേറെ കാര്യം. പിന്നെ ഞാൻ ഈ കഴുകി ഇറങ്ങിയതിന് ശേഷം നോക്കിയപ്പം ഹാളിൽ ഫുൾ ഓൾമോസ്റ്റ് വെള്ളമായിട്ടുണ്ട്. തെന്നി അടിച്ച് വീഴാനുള്ള വെള്ളമുണ്ട്. അപ്പം മോപ്പ് എടുത്തുകൊണ്ട് വന്ന് അതും ജസ്റ്റ് ഒന്ന് തുടച്ച് ആ വെള്ളമെല്ലാം ഒന്ന് തുടച്ച് ക്ലീനാക്കി. ഇനിയിപ്പം ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേനും അതവിടെ ഉണങ്ങിക്കോളും. അങ്ങനെ എൻ്റെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം.
ഈ വ്ളോഗ് ചെയ്യാനായിട്ട് പറഞ്ഞ ആരാണെന്നോ അവർ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടായി വന്നു. ഇനിയിപ്പം ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോട്ടെ. ചേട്ടായി ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.